ഗോഡ് പവർഡ് ബൈ കാമിലാരിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് വളരെ സുന്ദരമായിട്ടുള്ള പനമ്പള്ളി നഗറിലാണ്, ഞങ്ങളുടെ തറവാട്ട് പറമ്പിലാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 2 അധ്യാപികമാരാണ് ഇന്ന് നമ്മളോടൊപ്പം വരാൻ പോകുന്നത്. സിന്ധു എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചർ, അതോടൊപ്പം തന്നെ ബീന ടീച്ചർ. ഈ ബീന ടീച്ചറുടെ 8 വർഷത്തിലധികമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് കൂടിയാണ് ഇവിടെ വരാൻ പോകുന്നത്. നല്ല ഫ്രണ്ട്സ് ആണ് സിന്ധു മേഡം. അപ്പോൾ ഇവർ 2 പേരും വന്നിട്ട് നമ്മളവരെ ധരിപ്പിച്ചിരിക്കുന്നത്, ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഒരു മണി ചെയിൻ പ്രോസസ്സ് എങ്ങനെയാണ്. ഇപ്പോൾ അവർ വർക്ക് ഇല്ലാത്ത സമയത്തൊക്കെ ആണെന്നുള്ളതെല്ലാം ഒരു സൈഡ് ഇൻകം അല്ലേ, ഒരു സെക്കൻഡറി ഇൻകം എന്നുള്ള രീതിയിൽ അവർ കൺസിഡർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ബിസിനസിനെ കുറിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്ത് സംസാരിക്കാൻ പോകുന്നത്. അവരെ കൂടെ ഈ ബിസിനസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു 2 ലക്ഷം രൂപ. അതെ, 2 ലക്ഷം രൂപ നമ്മൾ അവരോട് ഡിമാൻഡ് ചെയ്യാണ്. പക്ഷെ അതിൽ കുറച്ച് രസകരമായ കാര്യങ്ങളുണ്ട്. വിനിലാണ് ഇതിൽ എറണാകുളം ജില്ലയെ അവരുടെ ഒരു ക്യാപ്റ്റനായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. വിനിലിന്റെ താഴെ 2 പേര് അവർ ചേർക്കുന്നു അല്ലെ, അവർ 2 പേരെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ചേർക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇതിങ്ങനെയാണ്, ലൈഫ് സ്റ്റൈൽ പ്രോഡക്ട്സ് ആണ് ഇതിനകത്തുള്ളത്. 2000 രൂപയാണ് ഇതിൽ അംഗമാകാനുള്ള ആദ്യത്തെ ഒരു തുക എന്ന് പറയുന്നത്. പിന്നീട് അവിടെ നിന്ന് ഞങ്ങളൊരു വൈറ്റ് പേപ്പർ അവർക്ക് കൊടുക്കും, അവർ അതിനകത്ത് സൈൻ ചെയ്യും. അവിടെ നിന്ന് നമ്മുടെ ഈ കഥ മൊത്തത്തിൽ മാറുകയാണ്. അവരോട് പിന്നെ നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് ഇതിൻ്റെ ലൈസൻസ് കിട്ടണമെങ്കിൽ ഓൾറെഡി 2 ലക്ഷം രൂപ നമുക്ക് തരണം, തന്നേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ കേസ് കൊടുക്കും. വിനിൽ ആക്ച്വലി 2 ലക്ഷം രൂപ അടച്ച് നിൽക്കുന്ന. അതെ, അപ്പോൾ ഈ 2 ലക്ഷം രൂപ ചോദിക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ? അതാണ് നമുക്ക് ആവശ്യം. നോക്കാം നമുക്ക് എങ്ങനെയാണ് സംഭവിക്കാന്നുള്ളത്. എന്തായാലും അവരിവിടെ വരാനായി, ടീച്ചേഴ്സ് ആണ്, പിന്നെ അവർക്ക് ഇവിടെ വേറെ കറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് സമയം ഒട്ടും കളയാനില്ല. ഞങ്ങൾ ഒരു ചെറിയ രീതിയിൽ ഒരു ഫയല് അതൊക്കെ ഞങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി. സമയം വളരെ കുറവാണ്. നമ്മളിങ്ങനെ നിന്നാൽ പറ്റത്തില്ല, വേഗം നമുക്ക് ഈ ക്യാമറ മറക്കണം. ടീച്ചർ അത്യാവശ്യം ചില പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, കുട്ടികളുടെ കൂടെ അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ. പക്ഷെ അതല്ലാതെ വേറെ ഒരു കാര്യത്തിൽ എങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നത് ബീന ടീച്ചർക്ക് ഒരു പിടിയില്ല. പക്ഷെ നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവിക്കാന്നുള്ളത്. 2 ലക്ഷം രൂപ തരുമോ അതോ തല്ലി തരുമോ എന്താന്ന് നോക്കാം. എന്തായാലും വിനിലിന് എന്തെങ്കിലും കിട്ടും. അല്ല, ബില്ലിന് കിട്ടണമെന്നാണല്ലോ എല്ലാവർക്കും ആഗ്രഹം. ഞങ്ങള് ഹെഡ് ആണല്ലോ. അല്ല, എങ്ങനെയാണ് ഇവിടെ സംഭവിക്കാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നിൽക്കുന്ന 1 2 3 ക്യാമറയും അതിന്റെ പിറകിൽ നിൽക്കുന്ന സുന്ദരന്മാരും. അപ്പൊ ഇന്ന് പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടോ. ടീച്ചേഴ്സ് ഇവിടെ വരാനായി ഞങ്ങൾ ഇവിടെയാണ് വെയിറ്റ് ചെയ്യാൻ പോകുന്നത്. ക്യാമറ റോൾ ആക്ഷൻ. അപ്പോൾ ഇതൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. ആക്ച്വലി ലൈഫ് സ്റ്റൈലാണ് ഇതിനകത്തുള്ള പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഷാംപൂ, അതുപോലെയുള്ള കണ്ടീഷണർ, നമ്മൾ കോസ്മെറ്റിക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ്, അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ച് നാടൻ സ്റ്റൈലായി ഇഷ്ടമാണ് അല്ലേ? നമ്മുടെ പ്രോഡക്ട്സിൻ്റെ അത് ശരി. പക്ഷേ നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ എല്ലാവർക്കും പറ്റുന്ന, ഓൾ ടൈപ്പ് സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, എല്ലാത്തരം സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പേരും അഡ്രസ്സും സൈൻ ചെയ്യണം. ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു സ്ലാബിലാണ് നിങ്ങൾ 2 പേരും നമ്മൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ എറണാകുളം റീജിയനെ സംബന്ധിച്ചിടത്തോളം അതിനെ ടെക്നിക്കലി ഹെൽപ്പ് ചെയ്യുന്നൊരു ഹെഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ 2000 റുപ്പീസാണ് ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ. അത് ഞാൻ പറയാം മേഡം, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മനസ്സിലായി. ഇതിലേക്കൂടെ പോകുന്നവരെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സാണ്. അതെ, എല്ലാം നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ്. ഈ ഫ്ലാറ്റിൽ ഒരു സാർ ഉണ്ട് ആക്ച്വലി. ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ മീറ്റിങ്ങിനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ടൈം ചോദിച്ച് വെച്ചിരിക്കുന്നത്. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, റിലാക്സ് ചെയ്തിട്ടിരുന്നാൽ മതി. പിന്നെ എനിക്ക് പോകുമ്പോഴേ വാട്സപ്പ് ഉണ്ടോ? അതൊക്കെ ഉണ്ടല്ലേ? അല്ല, ഇപ്പൊ വേറെ ഒന്നുമില്ല മാഡം. ആർക്കാ ഇല്ലാത്തത്? വേറെ ഒന്നുമില്ല മാഡം, നിങ്ങളിപ്പോ ജോയിൻ ആയി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. ട്രൈ ചെയ്യണം.
ഇത്രയുള്ള മാഡം. വിനിലിന്റെ ഒരു റിസ്കിൽ ഒരു 50% കംപ്ലീറ്റ് ആയി. നിങ്ങൾ രണ്ടുപേരും ജോയിൻ ചെയ്തു. ഇനി സിന്ധു മാഡം ഒരു 3 പേരെ ജോയിൻ ചെയ്യിച്ച് ബീന മാഡം അതിന്റെ കൂടെ 3 പേരെ ജോയിൻ ചെയ്യിച്ചാൽ അടുത്ത ഒരു ചെറിയ ഒരു ടാർഗറ്റ് ആ 6 പേരെയുമാണ് ആശ്രയിക്കുന്നത്. ആ സ്ലാബിൽ വെച്ചിട്ട് നിങ്ങൾ സേഫ് ആണ് ആക്ച്വലി. അല്ല, ഇപ്പൊ എനിക്ക് പരിചയമുള്ള ആൾക്കാരെ ഞാൻ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കീഴിലേ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് മാഡം മറക്കണ്ട, പാസ്പോർട്ടിന് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. കാരണം നമ്മൾ ഏകദേശം ഒരു ജൂണിൽ സ്കൂളിൽ നിന്ന് ലീവ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഒരു 1 വീക്ക് ഒരു ദുബായ് ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫാമിലി ആയിട്ട് തന്നെയാണ്. എത്ര കുട്ടികളാണ് മാഡത്തിന്? 2 പേര്. അപ്പം ഞാൻ അതിലൊന്ന് ആഡ് ചെയ്യാം കേട്ടോ. 25 പേര് വേണം, എന്നിട്ടാണ് ദുബായ് ട്രിപ്പ്. അപ്പം നമ്മൾ ഏകദേശം ജൂൺ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. അതിന് ദുബായിൽ എന്താ വിനിലും ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. സത്യമായിട്ട് മേഡം ഞാൻ ഉള്ള കാര്യം പറയാം. ഞാൻ കുറച്ച് സ്വർണ്ണമൊക്കെ വൈഫിൻ്റെ ഒക്കെ പണയം വെക്ക് വെച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തത്. ഇൻകം കിട്ടി തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതെ, ഇത് ഇൻകം കിട്ടി കഴിയുമ്പോൾ മാഡത്തിന് ബുദ്ധിമുട്ടില്ലല്ലോ. ഞങ്ങൾക്കും താല്പര്യമില്ല. കമ്പനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. അത് വിട്ട് നമ്മൾ എന്തായാലും കസ്റ്റമേഴ്സിനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ നമ്മളൊരു ഫാമിലി പോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അവർ ഇൻട്രസ്റ്റഡ് ആണ് ആക്ച്വലി. പക്ഷെ കൂടെ വന്നിരിക്കുന്ന ഒരു മാഡം ഇനി കൂടുതൽ അതിനു വേണ്ടി വർക്ക് ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് മാഡത്തിന്. സാർ പറയുകയാണെന്നുണ്ടെങ്കിലേ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. സാർ ഇവിടെ ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മേഡത്തിന്റെ ചെറിയൊരു ശാരദയുടെ ലുക്ക് ഉണ്ട്. അല്ല, കറക്റ്റ് ആയിട്ട് സൈഡിൽ കൂടെ അല്ലേ? അല്ല, കറക്റ്റ് ആയിട്ട് എന്നെ ആദ്യം കണ്ടപ്പോൾ അങ്ങനെ പറയാറുണ്ട്. പ്രോഡക്ട്സിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഓർഗാനിക് ഐറ്റംസ് ആണ് അല്ലേ? നമ്മൾ വെജിറ്റബിൾസ് പോലും മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാൻ നോക്കുന്നത് കെമിക്കൽ ചേരാത്ത വെജിറ്റബിൾസ് ആണ്. വാങ്ങിച്ചുകൊണ്ട് വന്നാൽ പോലും നമ്മൾ എത്ര വട്ടം കഴിയിട്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് പശുവിൻ്റെ കൊഴുപ്പുണ്ടല്ലോ, കൊഴുപ്പിനകത്ത് ബദാം, കുങ്കുമപ്പൂ, സ്കിൻ കെയർ പ്രോഡക്ട്സ് അങ്ങനെയാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഷാമ്പൂ എന്ന് പറയുന്നത് കുടിച്ചാൽ പോലും നാളെ ഞാൻ തൃശ്ശൂർ വരെ പോകണം. പോയിട്ട് ഒരു 2:30 ഒക്കെ ആവുമ്പോൾ ഇവിടെ എത്താൻ പറ്റില്ലേ? ഒരു 3 o'clock. ഞാൻ നാളെ വരേണ്ടി വരുമോ? വിനിൽ എറണാകുളത്ത് നമ്മുടെ വൈറ്റ് പേളിന്റെ ഹെഡ് ആണ്. അല്ല, ഞാനിപ്പോ ഫേവറേറ്റ് വൈറ്റ് പേൾ. നെറ്റിൽ സെർച്ച് ചെയ്താൽ നമ്മളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഫുള്ള് കിട്ടും. അപ്പം ഞാനിതിൽ വേറൊരു കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പം ഞങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു 2 ലക്ഷം രൂപയാണ് ഒരു മെമ്പറിൽ നിന്നും റിസീവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 2 ലക്ഷം രൂപ. അപ്പോൾ ഈ 2 ലക്ഷം രൂപ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോളിസി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനിക്ക് ചില പേപ്പർ വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ പേരിൽ ആ പോളിസി ഇഷ്യൂ ചെയ്ത് വരുന്നത് ഗവൺമെൻറ്റിൻ്റെ അണ്ടർടേക്കിങ്ങിലാണ്, ഓതറൈസ്ഡ് ആയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് ഈ 2 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഉണ്ട്. നമുക്ക് അതല്ലാത്ത ഇൻകം സോഴ്സസ് ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഇത് കമ്പനിയുടെ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ കമ്പനി ലൈസൻസ് ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ പ്രോഡക്റ്റ്. ഓക്കെ, ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു 2 ലക്ഷം രൂപ ഇപ്പോൾ എല്ലാവരും 29th ഞാൻ പറഞ്ഞല്ലോ, ഒരുമിച്ച് ഒരു ഗാദറിങ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാവരുമായിട്ട്. അപ്പോൾ അന്ന് അത് അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് 2 തവണയായിട്ട് ഏതെങ്കിലും ഒരാൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ സെറ്റിൽമെന്റിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായാലും മതി. ഇപ്പൊ മാഡത്തിന്റെ ലേഡീസ് അല്ലേ, അന്നേരം നമ്മൾ ഇച്ചിരി അവരെന്നെക്കാട്ടി എഡ്യൂക്കേറ്റഡും ജോബൊക്കെ ഉള്ളവരല്ലേ. അപ്പോൾ അല്ല അങ്ങനെ അല്ല എന്തെങ്കിലും ഇപ്പൊ വിനു ചെയ്ത പോലെ എന്തെങ്കിലും ഗോൾഡോ മറ്റോ എന്തെങ്കിലും ചെയ്തിട്ട് മേഡം അങ്ങനെ പറയരുത്. ഞാനിത് അല്ല മേഡം, ഞാനിപ്പോ 2 ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ നിങ്ങളും കൂടെ ചേർന്ന്
അല്ല അല്ല മേഡം നമ്മളിപ്പോ ഇതൊരു ഷുവർ ലിസ്റ്റിലാക്കി നമ്മള് രണ്ടുപേരും ഇല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. തിരിച്ചെടുക്കാൻ പറ്റില്ല മേഡം. അല്ല മാഡം ഇന്ന് 2 ലക്ഷം രൂപ തന്നേ പറ്റത്തുള്ളൂ. വിനില് ഇന്ന് 2 പേരെ കയറ്റുന്നുണ്ട്, മെമ്പർഷിപ്പായിട്ട് കയറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നത്. അതെ അതെന്താന്ന് പറയാ മേഡം, നമ്മളൊരു ഷുവർ ലിസ്റ്റിൽ ഇപ്പൊ സാറിനോട് നമ്മൾ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഫോൺ വിളിച്ചപ്പോ അല്ല മാഡം എന്ത് അല്ല അങ്ങനെ അയ്യോ പറയാം. മേഡം അങ്ങനെ പറയല്ലേ. അല്ല എനിക്ക് 2 ലക്ഷം രൂപ ഒന്ന് കിട്ടണം. അല്ല മേഡം മേഡത്തിന് എന്റെ ഡീറ്റെയിൽസ് പൈസ നമ്മൾ പോയില്ല മാഡം. വാങ്ങിച്ചില്ലേ? അല്ല ഞാനത് വെച്ച് കേസ് ഫയൽ ചെയ്യും. അല്ല വില്ല അല്ലല്ല അപ്പൊ എന്റെ 2 ലക്ഷം രൂപ പോയില്ലേ? അത്രയും സംസാരിക്കാനായിട്ടുള്ള ഒരു ഇഷ്യൂ കൂടി ഉണ്ടായില്ല. മേഡം എന്തായാലും അത് പേ ചെയ്യും. രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാളിൽ നിന്നൊരു എന്ത് പറയുന്നു ബീന മേഡം? എനിക്ക് സത്യത്തിൽ ഇത് മനസ്സിലാവണില്ല എന്താ സംഭവം. എന്നെ വീണ ടീച്ചർ വിളിച്ചോണ്ട് വന്നേണ്. അല്ല മേഡം വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, നമ്മള് കാര്യങ്ങൾ സംസാരിക്കല്ലേ. മുമ്പ് തന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ നിങ്ങളുടെ സംസാരം. അല്ല ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പുള്ളി ഒരു സാധാരണ മനുഷ്യനാണ്. ഇല്ല മേഡം അങ്ങനെയൊന്നും ചെയ്തില്ല. ഇല്ല ഇല്ല മേഡം അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ മേഡം നിൽക്കുമ്പോ പിന്നെ നമ്മളെ എങ്ങനെ ഇരിക്കുന്നേന്ന് ഒരു പ്രയാസം. മേഡം നമ്മുടെ അപ്പൊ വിനിൽ ആക്ച്വലി ഒരു സാധാരണ മനുഷ്യനാണ്, സാധാരണ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഈ പുള്ളി ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹം കൂലിവേല ചെയ്തിട്ടൊക്കെയാണ് വീട് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പുള്ളി ഇത്ര സെൻസിറ്റീവ് ആവുന്നത്. മാഡത്തിന് നിങ്ങൾ രണ്ടുപേരും കണ്ടപ്പോ ടു ബി ഫ്രാങ്ക് പുള്ളി അത് എക്സ്പെക്ട് ചെയ്ത് പോയി. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇതിൽ ജോയിൻ ചെയ്യാൻ തയ്യാറാവുമെന്ന്. അല്ല വിനില് ഇപ്പം വന്നത് നിങ്ങൾ രണ്ടുപേരും ജോയിൻ ചെയ്യിപ്പിക്കാന്ന് കരുതിയാണ്. നമുക്ക് കമ്പനിയിൽ നിന്ന് അല്ല മേഡം നമ്മളിപ്പോ കണ്ട് പരിചയപ്പെട്ടില്ലേ, ഓരോരുത്തരും തമ്മിലുള്ള വിശ്വാസം. അല്ല ഞാനങ്ങനെ അതൊന്നും ആയിട്ടില്ല. അല്ല മേഡം ഇരുത്തല്ലേ, ഞാൻ പറയുന്നത് കേൾക്കും. മേഡം നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മേഡം കൂടി എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ ആ വിഷമം അങ്ങ് തീരും. ഞാനിപ്പോ പറഞ്ഞത് ഇതിൽ ആകെ കൂടി ഒരു മൂന്ന് പേരെ നമുക്ക് ഇതിൽ ആഡ് ചെയ്താൽ മതി. അതിന് ഇൻട്രസ്റ്റ് ഉള്ള 10 പേരെ നിങ്ങൾക്ക് കിട്ടും. ഷുവർ ആ 10 പേരെ നിങ്ങളെ ഞങ്ങൾ കണ്ടുപോയി. 100 പേരെ കണ്ടിട്ട് പറയുക. ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അല്ല മേഡം ഇത്രയും ദിവസങ്ങളായിട്ട് അല്ലല്ല നിങ്ങൾ എന്തായാലും ഒന്ന് ഒപ്പിട്ട് കഴിഞ്ഞല്ലോ. അപ്പൊ പൈസ സൈൻ ചെയ്ത് എനിക്കിന്റെ പൈസ അല്ല മേഡം നമ്മളിപ്പോ ഇത് സൈൻ ചെയ്ത സ്ഥിതിക്ക് നമ്മൾ ഇതിലൊരു അപ്രൂവൽ അല്ല ചേച്ചി അല്ല സോറി മേഡം, ഇത് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ല. അയാൾ കുറച്ചൊരു വിനിൽ മാറി നിൽക്കും. ഉണ്ണി അല്ല അയ്യോ മേഡം മേഡം പേപ്പർ അയ്യോ മേഡം അങ്ങനെ എടുക്കല്ല അങ്ങനെ എടുക്കല്ല മേഡം അങ്ങനെ എടുക്കല്ല. എന്റെ 2 ലക്ഷം രൂപ ഇതിനകത്തുണ്ട്. നിങ്ങൾ വലിച്ചു കയറി കഴിഞ്ഞാൽ എന്റെ പൈസ പോകില്ലേ? ഫയൽ കയ്യിൽ വെക്കും. സൈൻ ചെയ്ത് അല്ല മേഡം ഇത് ഈ ഞാൻ കേസ് ഫയൽ ചെയ്യും. കൂളാലോ. എന്റെ 2 ലക്ഷം രൂപ പോയി ഞാൻ എവർക്കെതിരെ കേസ് കൊടുക്കും കേട്ടോ. ഇല്ല ഇത് അവരെ നിങ്ങൾ ചേർക്കാന്ന് പറഞ്ഞിട്ടില്ല എന്നെ ഇതിനകത്ത് ചേർക്കാൻ. അല്ലല്ല മേഡം ആണോ? അല്ല മേഡത്തിന്റെ സൈൻ താണ്ട് ഇവിടെ ഉണ്ട്. അല്ല മേഡം സൈൻ അല്ല മേഡം അതിലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ട്രാപ്പൊന്നുമല്ല, എന്റെ പൈസ പോയി. ഞാനിത് വിശ്വസിച്ചല്ലേ ഇറക്കിയത്. ഇത് ട്രാപ്പ് അയ്യോ ഇല്ല മേഡം, ഞങ്ങൾ കണ്ടിട്ട് മേഡത്തിന് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല ഇത് ട്രാപ്പ് കാണിച്ചത് മേഡം സൈൻ ചെയ്ത് വാങ്ങിച്ചില്ലേ? ഇല്ല ബീന മേഡം ഒന്ന് സംസാരിക്കും മേഡം, ഇങ്ങനെ ചൂടാവേണ്ട കാര്യമില്ല. മേഡം ഇത് എനിക്ക് സൈൻ ചെയ്ത് സൈൻ കമ്പനിക്ക് സൈൻ ചെയ്ത് തന്നു. കൊടുത്തു പോയില്ലേ ഞങ്ങളിത് കേസായിട്ട് ഞങ്ങൾക്ക് മേഡം? ഇത് കൊണ്ടുപോകാൻ ഫോൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മേഡം. അല്ല നിങ്ങൾ പേപ്പർ തന്നില്ലെങ്കിൽ ഇപ്പൊ ഞാൻ അല്ല ഞാൻ പേപ്പർ തരാം. തന്നില്ലെങ്കിൽ ഇപ്പൊ കാണാം. അല്ല മേഡം ഫോൺ ചെയ്യല്ലേ, പേപ്പർ തരാം. ഒരു മിനിറ്റ് നമുക്ക് സംസാരിച്ച് സൊല്യൂഷൻ ഉണ്ടാക്കാമല്ലോ എല്ലാത്തിനും. അല്ല ഞാൻ പറയാം മേഡം. അതെ ഫോൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതത്ര ഇഷ്യൂ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെയും ജോലികൾ ഉള്ളതാണ്. മേഡത്തിന് തന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ വിളിച്ചോളാം. എന്താ മേഡം ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെല്ലാവരും എന്റെ പേര് എഴുതിയ പേപ്പർ എടുത്താ അപ്പൊ മേഡത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടല്ലേ എന്റെ പൈസ പോയല്ലോ ദൈവമേ. ഞാനിതിപ്പോ എന്താ ചെയ്യട്ടെന്ന് പറയാം. മേഡം ഞാൻ പേപ്പർ തരാം, പക്ഷെ എനിക്ക് കുറച്ച് ആൻസർ തായോ മേഡം. മേഡം തന്നെയല്ലേ ഞങ്ങൾ ആരെങ്കിലും പ്രഷറൈസ് ചെയ്തിട്ടാണോ സൈൻ ചെയ്തത്? മേഡം മേഡത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം സൈൻ ചെയ്തതല്ലേ? ആണോ അല്ലയോ? ഞങ്ങളുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ മുമ്പ് സൈൻ ചെയ്യിപ്പിച്ച. മേഡം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിച്ചില്ലേ, ഇത് വേറെ ഒന്നിനും അല്ല. നമ്മള് മേഡം ഫോൺ വിളിക്കില്ല, ഞാൻ പറയുന്നത് കേട്ടോ. ഇല്ല എന്നാ പേപ്പർ താടോ. സാറിനൊന്ന് വിളിച്ചു ചോദിച്ചു എന്താ വേണം. ഒരു മിനിറ്റ് സാർ മേഡം, ഒറ്റ സെക്കൻഡ്. നിങ്ങൾ അങ്ങോട്ട് പോയി സംസാരിക്കും. എനിക്ക് തലപ്രാന്ത് എടുത്തിരിക്കുകയാണ്. ഇല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല. വിനിലാണ് ഇതിന്റെ മേഡം ഒരു 5 minutes. വലിച്ചിട്ടില്ലേ പിന്നെ ടീച്ചർ? കണ്ണു ചുവക്കണം, പല്ല് കടിക്കണം, മുഷ്ടി ചുരുട്ടണം, ആകെ വിയർക്കണം. മേഡം കുറച്ച് പ്രശ്നത്തിലാണ്. അവർക്ക് സൈൻ ചെയ്ത പേപ്പർ തിരിച്ചു വേണമെന്നൊക്കെയാ പറയുന്നത്. അയ്യോ മേഡം മേഡം
ഇങ്ങ് വന്നേ ഏയ്, മേഡം മേഡം, ഞാൻ പറയുന്നത് മേഡം വാങ്ങുവാ ഒരു കാര്യം പറയോട്ടെ ആള് കൊള്ളാലോ. ആ മേഡത്തിനെ ഇങ്ങ് വിളിക്കും അയ്യോ മേഡം, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ഇതിനകത്ത്. ഇങ്ങോട്ട് വാ മേഡം ഇങ്ങോട്ട് വാ ഒരു കാര്യം പറയട്ടെ ഒരു കാര്യം Serious ആയിട്ട്. ബീന ടീച്ചറെ, മേഡം ഒരു second, ഇങ്ങ് മേഡം വിളിക്ക്. ഒരു സെക്കൻഡ്. മേഡം മേഡം ഞാൻ പറയുന്നത് കേൾക്കൂ. ഇങ്ങ് വാ ഒരു ഓടിയോ മിനിറ്റ്. നിങ്ങള് ഒരു മിനിറ്റ് മേഡം, ഒരു മിനിറ്റ്. വാ അല്ല, വേണ്ട ഇല്ല ഇഷ്യൂസ് ഒന്നുമില്ല മേഡം, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യം ടീച്ചർ അല്ല, ഒന്ന് നമുക്ക് മേഡം, മേഡം, ഒന്ന് വേറെ ഒന്നിനുമല്ല ഇരിക്കണം, ഇങ്ങോട്ട് വാ മേഡം, ഇങ്ങോട്ട് വാ ഞാൻ പറയാം അത് മതി കീറിയത്. ഇനി നിങ്ങൾ അതിനൊന്നും നിങ്ങൾ ആരും ഇത് എടുക്കാൻ നിങ്ങൾ ഒറ്റ എന്നെ ഇതിനകത്ത് വലിച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിച്ച അല്ല സമാധാനമായി. ഒരു സമാധാനമില്ല എന്റെ പൈസ പോയി ഞാനിപ്പോ ഇവരിൽ എന്താ പറയാനുള്ളത്? ഫോൺ ചെയ്ത് ഞാൻ ഒറ്റ കാര്യം പറയട്ടെ പ്ലീസ് അല്ല മേഡം, മേഡം കാല് പിടിക്കാം ഒരു കാര്യം പറയോട്ടെ കംപ്ലീറ്റ് ആയിട്ടോ മേഡം. മേഡം ഇതിനകത്ത് ചേർന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്റെ ജീവിതം വെള്ളത്തിലാവും മേഡം അതുകൊണ്ടാണ് അല്ല മേഡം, ഒരു കാര്യം കൂടെ പറയോട്ടെ ഒറ്റ കാര്യം പറയോട്ടെ പറയട്ടെ മേഡം, പറയട്ടെ, അത് കംപ്ലീറ്റ് ചെയ്യട്ടെ. പുള്ളി എന്താ പറയാനുള്ളതെന്ന് കേൾക്കോ. അല്ല ബീന ടീച്ചർ ആകെ സ്റ്റക്കായി നിൽക്കുക. കാരണം മാഡത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ബിഹേവിയർ ഒരിക്കലും ഞാനും ഞെട്ടിപ്പോ. ഞാൻ നിങ്ങൾ എന്റെ പൈസ താ ആദ്യം വിനിൽ താങ്കൾ ചൂടാവല്ലേ, അവര് ചേരൂലെന്ന് പറയുന്നില്ല എന്റെ പൈസ പോയി സാർ വിളിക്കുന്നുണ്ട് ഫൈനൽ ഡിസിഷൻ പറയാൻ. മേഡം പോലെ മേഡം ഒരു കാര്യം പറയട്ടെ ഒറ്റ കാര്യം മേഡം 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 ഞാൻ പറയുന്നത് കേൾക്കോ. വിനിൽ പറഞ്ഞോ ഇത് മേഡം ഇഫ് യു ഡോണ്ട് മൈൻഡ് നില്ലേ ഇതേ കൗമുദിക്ക് ഇവിടെ ഓ മൈ ഗോഡ് എന്നൊരു പരിപാടിയാണ്. അപ്പൊ എന്റെ സിന്ധു മേഡം അവസാനമായിട്ട് ആ തീരുമാനം ഒന്ന് പറയും, എല്ലാരും ഒന്ന് കേൾക്കട്ടെ. ശരിക്കും ആ 2 ലക്ഷം രൂപ എപ്പോ തരും? ഞാൻ 2 ലക്ഷം രൂപയും തരൂല. എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും. എനിക്ക് എന്റെ പൈസ കിട്ടണം. ഞാൻ ഇപ്പോഴേ നിങ്ങളെ കണ്ടിട്ടുള്ളൂ, ഫസ്റ്റ് ടൈം. പിന്നെ നിങ്ങൾ എന്തിനാ ഞാൻ എങ്ങനെയാ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ അത് കഴിഞ്ഞു. റിലാക്സ്ഡ് ആയിക്കോളൂ. എന്തായാലും ഇവർ രണ്ടുപേരും ആ ഒരു എക്സ്പ്രഷൻ എനിക്ക് കിട്ടില്ലല്ലോ. അങ്ങനെ ആക്ട് ചെയ്ത് നോക്കിയതല്ലേ, ഭയങ്കര കേട്ടോ. നാഗവല്ലിയായി മാറേണ്ടതായിരുന്നു. നാഗവല്ലി തന്നെയായിരുന്നു ഇവിടെ. അല്ല ശരിക്കും പറയാ സിനിമയിൽ മാഡത്തിന് നല്ലൊരു ഭാഗം. ആ കണ്ണു നോക്കട്ടെ, കണ്ണൊന്ന് നോക്കൂ. ഇങ്ങനെയല്ല നേരത്തെ നോക്കിയ പോലെ. അതെ അതെ മേഡം ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ ആയിരുന്നു ആ പാവപ്പെട്ട പിള്ളേരോട് എങ്ങനെയായിരിക്കും. പക്ഷെ ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്, അധ്യാപികമാരാണ്. ദയവായിട്ട് ഇവിടെയുള്ള എല്ലാ അധ്യാപകർക്കും അധ്യാപികമാർക്കും ഇത് കണ്ടിട്ട് ഞങ്ങളോട് ഒരു വിഷമവും തോന്നരുത്. ഇത് ആത്മാർത്ഥമായിട്ടുള്ള കൂട്ടുകാരി. കഴിഞ്ഞ 8 വർഷത്തോളം ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. ഇതെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് ബീന ടീച്ചറാണ്. അതെ, ബീന ടീച്ചർ എങ്ങനെയാണ് ഇത്ര നിഷ്കളങ്കയായി ഈ കുട്ടിയെ തന്നെ സെലക്ട് ചെയ്തത്? അങ്ങനെ പറയാൻ എനിക്ക് തോന്നുന്നേയില്ല. എന്തായാലും മേഡത്തിന്റെ ധൈര്യം ആദ്യമൊക്കെ പാവത്തിന് കണക്ക് ശരിയാണ് കേട്ടോ. പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാനതിൽ ആ വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്തിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്താൽ എന്താ കുഴപ്പമില്ല. ഞാൻ ആ ഫോൺ ചെയ്യുമ്പോഴേക്കും ആ പേപ്പറും കൊണ്ട് ഭയങ്കര ടൈമിംഗ് ആയിരുന്നു. അത് നമ്മളൊരു കൈയ്യടി കൊടുക്കണം. പെർഫെക്റ്റ് ടൈമിംഗ്. ഓ മൈ ഗോഡ് ടീമിന്റെ വക ഞാൻ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സിന്ധു മാഡത്തിനൊരു നല്ല അധ്യാപികയാണ്, വളരെ ധൈര്യശാലിയായ ഒരു പെൺകരുത്ത്. അല്ല അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അതെ, അങ്ങനെ ശരിക്കും പറയാൻ പറ്റുന്ന ഒരാളാണ്. ഈ സമ്മാനം ഞാൻ ടീച്ചർക്ക് നൽകുകയാണ്. കൺഗ്രാറ്റുലേഷൻ. ഇതോടുകൂടി നിങ്ങൾ ഇനി എവിടെ വിളിച്ചാലും എന്താ ഏതാന്ന് ചോദിക്കാതെ താങ്ക് യു സോ മച്ച്. ഓ മൈ ഗോഡിന്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള രസകരങ്ങളായിട്ടുള്ള കാഴ്ചകളുമായി നിങ്ങളുടെ സൗഹൃദങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കിടയിലോ ഇങ്ങനെ ചെറുതും വലുതുമായിട്ട് സർപ്രൈസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് ഓർത്താൽ മാത്രം മതി, ഞങ്ങളവിടെ എത്തുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.